എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു കൃഷ്ണഭക്തൻ്റെ അനുഭവം ഇവിടെ പറയാം. ഞാൻ വേഗം ആശുപത്രിയിലെത്തി. ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് എൻ്റെ അമ്മ എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അമ്മയുടെ കണ്ണുകളിലെ ഭയവും പരിഭ്രാന്തിയും എനിക്ക് വായിക്കാമായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമ്മ വളരെയധികം വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മിക്കവാറും എല്ലാ ദിവസവും അമ്മ എൻ്റെ സഹോദരിയെ ഓർത്ത് കരയുന്നത് ഞാൻ കണ്ടിരുന്നു. സഹോദരിക്ക് ചില ഗുരുതരമായ ഹൃദയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ ഓപ്പറേഷൻ അനിവാര്യമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. സഹോദരി എന്നോട് അവളുടെ അരികിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടു. എൻ്റെ കൈ വിരലുകൾ കൊണ്ട് അമർത്തി. എന്നിട്ട് എന്നോട് ചോദിച്ചു, "ലാല, നീ എനിക്ക് വേണ്ടി നിന്റെ കൃഷ്ണനോട് പ്രാർത്ഥിച്ചോ?" ദുഃഖം ഉള്ളിലൊളിപ്പിച്ച് ഞാൻ തലയാട്ടി. അവൾ പുഞ്ചിരിച്ചു. അന്ന് രാവിലെ കൃഷ്ണന് നിവേദിച്ച നരസിംഹ തൈലം ഞാൻ അവളുടെ കയ്യിൽ പുരട്ടി മണക്കാൻ ആവശ്യപ്പെട്ടു. കൃഷ്ണൻ അവളെ സംരക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പെട്ടെന്ന് ഒരു നേഴ്സ് വന്ന് അവളുടെ പേര് മായ ഗുപ്ത എന്ന് ഉറക്കെ വിളിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ച പ്രസാദമായ പുഷ്പം എൻ്റെ പക്കലുണ്ടായിരുന്നു. ഉടനെ ഞാൻ അത് അവൾക്ക് നൽകി. അവൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചാൽ കൃഷ്ണൻ തീർച്ചയായും അവളെ സംരക്ഷിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകി. ഓപ്പറേഷൻ കഴിയുന്നതുവരെ ജപം നിർത്തരുതെന്ന് അച്ഛനും എന്നോട് പറഞ്ഞു. ഞങ്ങൾ പുറത്ത് സന്ദർശകരുടെ ഹാളിൽ ചെന്നിരുന്ന് ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ടിരുന്നു. ചേച്ചി എൻ്റെ ആകെയുള്ള കൂടപ്പിറപ്പ്. ചേച്ചി എനിക്ക് സഹോദരി മാത്രമായിരുന്നില്ല, അമ്മയും ഉപദേശിയും ഗുരുവുമെല്ലാം ചേച്ചിയായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഡോക്ടർമാർ അവളെ രക്ഷിക്കാൻ പോരാടുന്നു. പുറത്ത് ഞാൻ സഹോദരിയുടെ സുരക്ഷയ്ക്കായി കൃഷ്ണനോട് പ്രാർത്ഥിക്കുന്നു. ഹാളിലെ TV സ്ക്രീനിൽ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന മായ ഗുപ്തയുടെ ഓപ്പറേഷൻ പുരോഗമിക്കുന്നു എന്ന് എഴുതി കാണിക്കുന്നത് മാത്രമാണ് ഞങ്ങൾക്കുള്ള അറിവ്. 7 മണിക്കൂർ കഴിഞ്ഞിരിക്കും. ഒരു ഡോക്ടർ പുറത്തു വന്ന് ഓപ്പറേഷൻ വിജയിച്ചെന്ന് ഞങ്ങളെ അറിയിച്ചു. എൻ്റെ സഹോദരി അപ്പോഴും അബോധാവസ്ഥയിൽ ICUവിൽ കിടക്കുന്നു. കുറേ മണിക്കൂറുകൾക്ക് ശേഷം അവളെ കാണാൻ ICUവിലേക്ക് പോകാൻ എന്നെ അനുവദിച്ചു. അവൾ അപ്പോഴും അബോധാവസ്ഥയിലായിരുന്നു. രാധാ ഗോപിനാഥിൻ്റെ ചെറിയ ഫ്രെയിം ഞാൻ കൊണ്ടുപോയിരുന്നു. അവിടെയുണ്ടായിരുന്ന നഴ്സിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരിയെ പരിപാലിക്കാൻ എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റെ സഹോദരിയെ സംരക്ഷിക്കാൻ രാധാ ഗോപിനാഥനെ ഇവിടെ നിർത്താൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ? നേഴ്സ് സമ്മതിച്ചു. ഞാൻ സഹോദരിയുടെ തലയ്ക്കരികിൽ ആ ഫ്രെയിം വെച്ചുകൊണ്ട് പുറത്തിറങ്ങി. ഏകദേശം 8 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്നു. കൈപിടിച്ച് അവളെ കാണുന്നതിനായി ഒരു ഗ്ലാസ് ജനലിനടുത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ എന്തോ ഉപകരണം കൊണ്ട് സഹോദരിയുടെ നെഞ്ചിൽ പതിയെ അമർത്തിപ്പിടിച്ചിരിക്കുന്നു. അവൾ ദീർഘമായി ശ്വാസമെടുത്തുകൊണ്ടിരുന്നു. ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ സിനിമയിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് കണ്ടിരുന്ന അവർ ഇത് കണ്ട് ഭയപ്പെട്ടു. വീണ്ടും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ വന്ന് അവൾക്ക് ബോധം തിരിച്ചു കിട്ടിയ സന്തോഷ വാർത്ത അറിയിച്ചു. ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു. ബോധം വന്നപ്പോൾ അവളോട് 3 ചോദ്യങ്ങൾ ചോദിച്ചതായി ഡോക്ടർ പറഞ്ഞു. എന്താണ് നിന്റെ പേര്? നിങ്ങളുടെ ഭർത്താവിൻ്റെ പേരെന്താണ്? നീ എവിടെ നിന്ന് വന്നു? 3 ചോദ്യങ്ങൾക്കും അവളുടെ ഉത്തരം ഹരേ കൃഷ്ണ എന്നായിരുന്നു. അവൾക്ക് അനസ്തേഷ്യ നൽകുമ്പോൾ അവൾ ഹരേ കൃഷ്ണ ജപിക്കുകയായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ചേച്ചിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. തിരിച്ച് വീട്ടിലേക്ക് വരാൻ കാറിൽ കയറാൻ ചേച്ചിക്ക് ഞാൻ ഡോർ തുറന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു, ചേച്ചി ഞാൻ കൊടുത്ത രാധാ ഗോപിനാഥിൻ്റെ ഫോട്ടോ മാറോട് അടക്കി പിടിച്ചിരിക്കുന്നു. സന്തോഷം കൊണ്ടാവാം എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അബോധാവസ്ഥയിലായിരിക്കുമ്പോഴും അവളുടെ ഉപബോധ മനസ്സിൽ അതേ പ്രകമ്പനം മുഴങ്ങിക്കൊണ്ടിരുന്നു. ആവശ്യമുള്ള സമയത്ത് സഹായിക്കുന്ന സുഹൃത്ത് തീർച്ചയായും യഥാർത്ഥ സുഹൃത്താണ്. ഈ സാഹചര്യത്തിൽ ഞാൻ ഭഗവാനെ ദൈവമായും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായും കണക്കാക്കി. അതിനാൽ കൃഷ്ണനെ ദൈവമായി മാത്രം കണക്കാക്കേണ്ടതില്ല. ദൈവം എല്ലാ ജീവജാലങ്ങളുടെയും ഉപകാരിയും
അഭ്യുദയകാംക്ഷിയും തന്നെയാണ്. മത്ത പരതാരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. ഹേ ധനഞ്ജയ, എന്നേക്കാൾ ശ്രേഷ്ഠമായ ഒരു സത്യവുമില്ല. അതെ, കൃഷ്ണഭഗവാനെ അതീവ ഭക്തിയോടെ ധ്യാനിച്ചാൽ ഭഗവാൻ നമ്മെ ഒരിക്കലും കൈവെടിയില്ല. നന്ദി.